നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCERTയുടെ +1 പുതിയ ടെസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് എക്സാമാണ്. എക്സാമിന് മുമ്പ് എല്ലാവരും ഈ ഒരു നോട്ട് നന്നായി പഠിച്ചിട്ട് പോവുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ എന്ന് പറഞ്ഞത് കവിതയിൽ നിന്ന് ഏതെങ്കിലും ഒരു 8 വരി തരും. എന്നിട്ട് അതിൽ നിന്ന് ചെറിയ രീതിയിൽ 1 വേർഡ് അർത്ഥങ്ങൾ ചോദിക്കും, പിന്നെ കവിതയുടെ ആശയം. അപ്പോൾ ഇതിൽ ഏത് വരികളാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ മിർച്ചൻ്റെ വേദനയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ടെസ്റ്റിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിർച്ചർ അപ്പന സുമധുർ സുർ കിസ്കു സുനാത്ത ഹോഗ. കവി ചോദിക്കുന്നത് നിർച്ചർ ആർക്ക് വേണ്ടിയാണ് തൻ്റെ മധുരമായ ഗാനം കേൾപ്പിക്കുന്നത്. അപ്പന് പ്രേമിക്കോ, ആർക്ക് വേണ്ടിയാണ്? തൻ്റെ സ്നേഹിതന് വേണ്ടി. നിർച്ചർ അപ്പന പ്രേമിക്കോ അവിദിത് കഹനേക്ക കാരണം ക്യാ ഹെ. അപ്പോൾ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കവി ആർക്ക് വേണ്ടിയാണ് ഈ നിർച്ചർ ഈ മനോഹരമായി ഒരു കവിത പാടുന്നത്, ഇങ്ങനെ ഒഴുകുന്നത് ആർക്ക് വേണ്ടിയാണ്? പ്രേമികയുടെ ദുഃഖം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് അത് ഒഴുകുന്നത്? ഇവിടെ 10ാമത്തെ പേജിൽ ഒറ്റ നോട്ടത്തിൽ കവിതയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രേമോർ വിരഹ മാർമിക ചിത്രാണ് ഛായാവാദി കവിതാക്ക സൗന്ദര്യ. ഇപ്പം ഛായാവാദി കവിതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രേമോർ വിരഹ മാർമിക ചിത്രാണ് ഛായാവാദി കവിതാക്ക സൗന്ദര്യ. അപ്പോൾ സ്നേഹവും വിരഹവുമാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ വർണ്ണിക്കുകയാണ് ഛായാവാദി കവിതയുടെ സൗന്ദര്യം. ഛായാവാദിന് വിരഹ് പ്രേം കി കസോട്ടി ഹെ. ഛായാവാദിന് കൂടുതലും സ്നേഹമാണ്, അതൊരു ഉരക്കല്ലാണ്, ഉരയ്ക്കുന്നത് പോലെയാണ് അല്ലേ. അപ്പോൾ വിരഹം എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അന്തമൻ की अनुभूतियों को प्रकृति के माध्यम से रंग देकर ഛായാവാദി കവി ചിത്രാത്മക വർണ്ണം करते हैं. ഒരു ചിത്രം വരയ്ക്കുന്നത് പോലെയാണ് കവി തൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പ്രകൃതി തൻ്റെ സ്നേഹം എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് പറയുന്നത്. പ്രകൃതിക്ക് ഹർ കണമേം ഛായാവാദി കവി പ്രേം കോ ढूंढते हैं. പ്രകൃതിയുടെ ഓരോ കണങ്ങളും ഛായാവാദി കവിതകളിൽ സ്നേഹത്തെക്കുറിച്ചാണ് തിരയുന്നത്. यहाँ नर्चर के माध्यम से प्रेम के रहस्य को खोलने का प्रयास कवि करते हैं. ഇവിടെ അരുവിയിലൂടെ ഒരു സ്നേഹത്തിൻ്റെ ഒരു തുറന്ന ഒരു ചിത്രണമാണ്, അതായത് എത്രത്തോളം വേദന അനുഭവിക്കുന്ന ഒരു നിർച്ചറിനെ കുറിച്ചാണ് കവിയുടെ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾ. അപ്പോൾ സ്നേഹത്തിന് മുമ്പിൽ വേദന വളരെയധികം ഒരു പ്രമുഖ ഘടകമാണ്. അപ്പോൾ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ കവിയെക്കുറിച്ച് പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് ചിലപ്പോൾ മീനിങ്സ് ചോദിക്കാം. നിർച്ചർ ചർണ, പ്രാങ്കൺ ആങ്കൻ, അവിദത് അജ്ഞാത്, പതിരജ് കണ് പൈരോങ്കി ധൂലി, പാഷാണ് പത്തൽ, ठोकर खाना टकराना, तरुगण वृक्षों का समूह, पल क्षण गुंजना, प्रतिध्वनित होना. നിർച്ചർ കവിത കെ കവി കോൻ ഹെ. ആരാണ് ഇതിൻ്റെ കവി? രാംകുമാർ വർമ്മ. നിർച്ചർ കിസ് काव्यधारा की कविता है? ഛായാവാദി काव्यधारा की कविता. पाषाण शब्द का अर्थ है पत्थर. നിർച്ചർ ക്യാ ത്യാഗ് കർ ആയ ഹെ. എന്ത് ത്യജിച്ചാണ് വന്നത്? അപ്പന ഊഞ്ച സ്ഥാൻ, തൻ്റെ ഉയർന്ന സ്ഥാനം. നിർച്ചർ കിസ്സെ മിൽനെ കെ ലിയെ വ്യാകുൽ ഹോ രഹാ ഹെ. നിർച്ചർ ആരെ കാണാനാണ് വേകുലപ്പെടുന്നത്? അപ്പനി പ്രേമി സെ മിൽനെ കെ ലിയെ. कवि ने किसको निर्चर के साथ मान लिया? लघु लहरों को. निर्चर के जलमय होने के संबंध में कवि की शंकाएं क्या क्या है? എന്താണ് കവിയുടെ സംശയങ്ങൾ? विरह की तीव्र वेदना में आंसू बहा बहाकर तुमने अपना सारा शरीर जलमय कर डाला. അപ്പോൾ വിരഹവേദനയിൽ കണ്ണുനീര് ഒഴുക്കി ഒഴുക്കി നിന്റെ ശരീരം മുഴുവനും ജലമയമാക്കി. ക്യാ വഹ അപ്നെ പ്രേമി കി പാദ് ധൂലി ധോനെ കെ ലിയെ നിക്കൽ പടി ഹോ. തൻ്റെ സ്നേഹിതൻ്റെ കാൽപാദങ്ങൾ കഴുകുന്നതിന് വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ലഘു പാഷാണോ സെ ടോക്കർ ഖാനെ പർ നിർച്ചർ കി ക്യാ ദശ ഹോത്തി ഹെ. കല്ലുകളെല്ലാം തട്ടി നിർച്ചറിൻ്റെ അവസ്ഥ എന്താണ്? നിർച്ചർ ക്ഷണഭർ കെ ലിയെ വിചലിത് ഹോ ജാതാ ഹെ. അല്പനിമിഷം നിൽക്കുന്നു. വഹ അപ്നി ഗതി ഹോക്കർ കമ്പിത് ഹോ ജാതാ ഹെ. ഫിർ ആകെ ബഡ്താ ഹെ. തടസ്സങ്ങളെല്ലാം നേരിട്ട് പിന്നെയും മുന്നോട്ട് പൊക്കിക്കൊണ്ടേയിരിക്കുന്നു. നിർച്ചർ കെ പദ് പർ ലഹരെ ഓർ തരുണഗൺ ക്യാ കർത്തെ ഹെ. ലഹർ അപ്പനെ കമ്പിത് കരോं से നിർച്ചർ का आलिंगन करती है. तरुगण उसे रास्ता बदलता है.
पल पल में प्रेमी के मन में गूंजे क्या गूंजे, अपने प्रियतम तक पहुंचने के लिए मार्ग की सारी रुकावटों को भेदते हुए आगे बढ़ते निर्झर की കളകൾ ധ്വനി ഗൂंजते हैं. അടുത്ത ജാൻവിയുടെ കഥ നമുക്കറിയാം. വാർദ്ധക്യം മൂലം ഒറ്റപ്പെട്ട ഒരു അപ്പൂപ്പൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ലേഖിക പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ജാൻവിയാണ് അതിലെ കഥാപാത്രം. ജാൻവി ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ അടുത്ത സീറ്റിലേക്ക് ഇടുക്കിയിൽ ആരിയ്ക്കുകയെന്ന് ഒരു വൃദ്ധൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വൃദ്ധൻ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ജാൻവിക്ക് എന്തോ സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ മായിക്കിയുടെ വീട്ടിലാണ് പോകുന്നത്, ഗംഗാമായിയുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണ്, അത് ഭാര്യയുടെ വീടാണോ, അവിടെ എന്തിനാണ് പോകുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ദയനീയ കഥ പറയുന്നതാണ് അതിൻ്റെ കഥ. അപ്പോൾ നല്ല പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ തൻ്റെ മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി. അവസാനം മകൻ തൻ്റെ ഷെയറിൽ നിന്ന്, അതായത് ഭാര്യയുടെ അസുഖത്തിന് വേണ്ടി കുറച്ച് പൈസ 3 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭാര്യയുടെ അസുഖം വന്നപ്പോൾ കുറച്ച് വിൽക്കേണ്ടി വന്നു. പിന്നെ അതിന് ശേഷം മകൻ്റെ പഠനത്തിന് വേണ്ടി പൈസ ചിലവാക്കി. പിന്നെ അത് കഴിഞ്ഞ് മകള് അവിടെ പൈസ ചോദിക്കുകയാണ് തൻ്റെ സ്ത്രീധനമായിട്ട്. അങ്ങനെ എല്ലാം കൊടുത്ത് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു വൃദ്ധൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അവസാനം ജാൻവിക്ക് വളരെ സങ്കടം തോന്നി. അപ്പോൾ ജാൻവി പറയാണ്, എനിക്ക് ആരുമില്ല, അങ്ങ് എൻ്റെ കൂടെ വരണം, ഇനി മുതൽ അങ്ങ് എൻ്റെ പിതാവാണ്, അപ്പോൾ നമുക്ക് ഒരുമിച്ച് അവിടെ കഴിയാം, നിങ്ങൾ ഇനി ഒറ്റപ്പെടില്ല എന്നുള്ള രീതിയിലാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വാർദ്ധക്യം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, തൻ്റെ മാതാപിതാക്കൾ, എല്ലാവരും അങ്ങനെയല്ല, പല ആൾക്കാരും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന തൻ്റെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വിഷമമാണ് ആ കഥയിൽ പറയുന്നത്. അപ്പോൾ ജാൻവി കഹാനിക്ക് ലേഖിക കോൺ ഹെ, ആരാണ് ലേഖിക? ലത അഗ്രവാൾ. ട്രെയിൻ കഹാ സെ കഹാ തക്ക് ജാ രഹി തി, ട്രെയിൻ എവിടെ നിന്ന് പോവുകയായിരുന്നു? ഭോപ്പാൽ ജംഗ്ഷൻ സെ വാരണാസി തക്ക്. ബുർജുക്ക് സജൻ അപ്പനെ സാരി സെമീൻ ബേച്ചനെ പർ മസ്ബൂത്ത് ഹുയെ, എന്തുകൊണ്ടാണ് തൻ്റെ മുഴുവൻ ഭൂമിയും കൊടുക്കേണ്ടി വന്നത്? ബുർജുകിനെ അപ്പനെ 1 ഏക്കർ സെമീന് പത്നിക്ക് ഇലാജിക്ക് ലിയെ ബേച്ചി, അപ്പോൾ തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തത്, ബാക്കി തൻ്റെ മകൾക്ക് പിന്നെ മകന് വേണ്ടി കൊടുത്തു. നിർച്ചർ വൻ മേ കിസ്കോ खोजता है अपने प्रेमी को, നിർച്ചർ കഹാ ബഹ് രഹാ ഹെ, എവിടെയാണ് നിർച്ചർ? വൻ മേ. നിർച്ചർ അപ്പന സുമധുർ സ്വർ കിസ്കോ സുനാത്ത ഹെ, ആരാണ് കേൾപ്പിക്കുന്നത്? അജ്ഞാത് പ്രേതം കോ. നിർച്ചർ കാ ത്യാഗ് കർ നിജി ബഹ് രഹാ ഹെ അപ്പന ഊഞ്ചാ പദ്. പിന്നെ വരുന്നത് കവിതയുടെ ആശയമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ 2 ചാപ്റ്ററുകൾ വരുന്നത്, പിന്നെ പോസ്റ്ററൊക്കെ ചോദിക്കാം, പിന്നെ സംഭാഷണം വരാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡായിപ്പോയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പഠിക്കുക. അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ ഓരോ പാഠത്തിൻ്റെ ഓരോ സെക്ഷനായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇന്ന് എക്സാം ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ.